മനുഷ്യരുടെ ജീവലോകത്തെ ഒരു ജീവന്റെ നിലനിൽപ്പിന് 4 മൂലകങ്ങളുണ്ട്. വെള്ളം, തീ, കാറ്റ്, അതേപ്രകാരം മണ്ണ്. ഇങ്ങനെ 4 മൂലകങ്ങളാണല്ലോ മനുഷ്യ ശരീരത്തിലുള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണല്ലോ വെള്ളമെന്ന് പറയുന്നത്. വഹുവല്ലദീ സഖറൽ ബഹ്റ ലിതഅകുലൂ മിൻഹു ലഹ്മൻ തരിയ്യാ. അവസാനമായി അല്ലാഹു തആല വെള്ളത്തെക്കുറിച്ച് പറയാണ്. നേരത്തെ വെള്ളം എങ്ങനെ വരുന്നു എന്നുള്ളതിനെപ്പറ്റി ഓർമ്മപ്പെടുത്തി. ഇനി മനുഷ്യന്റെ ശരീരത്തിന്റെ അടിസ്ഥാന മൂലകങ്ങളായ വെള്ളം, അതിനെപ്പറ്റിയുള്ള ഓർമ്മപ്പെടുത്തലാണ്. വഹുവ, അതേ അല്ലാഹു സുബ്ഹാനഹു വ തആല, അതേ അല്ലദീ സഖറൽ ബഹ്റ, ആ അല്ലാഹു തന്നെയാണ് വിശാലമായ പരന്നു കിടക്കുന്ന പരാവാരമാകുന്ന സമുദ്രത്തെ നിനക്ക് കീഴ്പ്പെടുത്തി തന്നത് കേട്ടോ. റബ്ബാ നിനക്കതിനെ വിധേയപ്പെടുത്തി തന്നത്. ലിതഅകുലൂ മിൻഹു ലഹ്മൻ തരിയ്യാ. എന്തിനാ റബ്ബ് നിനക്ക് സമുദ്രത്തെ വിധേയപ്പെടുത്തി തന്നത്? നല്ല ഫ്രഷായ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. ലഹ്മൻ തരിയ്യൻ, പുതുമാംസം, നല്ല മാംസം, അത് കഴിക്കാൻ വേണ്ടിയാണ് അല്ലാഹു തആല നിനക്ക് ഈ സമുദ്രത്തെ കീഴ്പ്പെടുത്തി തന്നത്. അതിനോടൊപ്പം നീ ധരിക്കുന്ന നിന്റെ ആഭരണങ്ങള്, ആ ആഭരണങ്ങളെ സമുദ്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് നിനക്ക് വിധേയപ്പെടുത്തി തന്നത്. നിനക്കു കാണാം വലിയ വലിയ പർവ്വത സമാനമായ തിരമാലകൾക്കിടയിലൂടെ ആ തിരമാലകളെ ഭേദിച്ച് കീറി മുറിച്ച് ചാടിക്കടന്നു തിരമാലകളെ ഭേദിച്ച് മുമ്പോട്ട് കുതിച്ചു പോകുന്ന കപ്പലുകളെ നിനക്കു കാണാം സമുദ്രത്തിൽ. അത് കണ്ട് കൗതുകപ്പെടുന്നതിനോടൊപ്പം അതിന്റെ പിന്നിൽ വിധേയപ്പെടുത്തി തരുന്ന അല്ലാഹുവിനെ നീ കാണണം. അതാണ് റബ്ബ് ഇതിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. വലിതബ്തഗൂ മിൻ ഫദ്ലിഹി വലഅല്ലകും തഷ്കുറൂൻ. ആ സമുദ്രത്തിലൂടെ അല്ലാഹുവിന്റെ ഔദാര്യങ്ങളിൽ നിന്നും അന്വേഷിക്കുവാൻ വേണ്ടിയുമാണ്, തേടാൻ വേണ്ടിയുമാണ് ഇങ്ങനെയൊക്കെ അവൻ ചെയ്തു തന്നിട്ടുള്ളത്. അതിനോടൊപ്പം മനുഷ്യരെ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയുമാണ് ഈ ഇത്രയും വലിയ സമുദ്രങ്ങളെയൊക്കെ നിങ്ങൾക്ക് വിധേയപ്പെടുത്തി തരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ ഇങ്ങനെ അല്ലാഹു തആല ചിന്തിപ്പിക്കുകയാണ് മനുഷ്യരെ, ഗാഢമായി ചിന്തിപ്പിക്കുകയാണ്. ഇവിടെ ലഹ്മൻ തരിയ്യൻ, പുതുമാംസം, ഫ്രഷ് മീൻ മാർക്കറ്റിൽ ഫ്രഷ് എന്ന് എഴുതി വെച്ചതിനെ പറ്റിയല്ല ഈ പറയുന്നത്. ഇവിടെ ഒരു ചിന്തയുണ്ട്. എന്താണത്? നാം റോഡിലൂടെ യാത്ര പോകുമ്പോൾ റോഡ് സൈഡുകളിലൊക്കെ ചെറിയ കടകൾ കാണും, ഒരുപാട് ഭരണികളുണ്ടാവും. ആ ഭരണികളിൽ തേനിലിട്ട് വെച്ച നെല്ലിക്കയുണ്ടാവും, തേൻ നെല്ലിക്ക എന്ന് നമ്മൾ പറയും. അത് 2 എണ്ണം വാങ്ങി കഴിക്കും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ. അത് നല്ല മധുരമാണ്. തേനിലിട്ട് വെച്ചത് കൊണ്ട് നല്ല മധുരമുണ്ട്. അതേ നെല്ലിക്ക തന്നെ ഇപ്പുറത്തൊരു ഭരണിയിലുണ്ട്. അത് ഏത് വെള്ളത്തിലാണ് വെച്ചത്? സുർക്കയിലാണ്. സുർക്കയിലിട്ടതാണ്. ആ നെല്ലിക്കക്ക് സുർക്കയുടെ രുചിയാണ്. അപ്പുറത്ത് വേറെ ഒരു നെല്ലിക്കയുണ്ട്, അത് കേവലം ഉപ്പ് വെള്ളത്തിലിട്ടതാ. അതിന് ഉപ്പിന്റെ രുചിയാണ് ഉള്ളത്. എന്നാൽ വർഷങ്ങളോളം ഉപ്പുവെള്ളത്തിൽ കഴിയുന്ന മത്സ്യമില്ലേ, ആ മത്സ്യം ഉപ്പ് ചൊയ്ച്ചിട്ട് വയ്യാ. ഇന്ന് രാവിലെ ചിലപ്പോൾ ഞാൻ കുടിച്ചിട്ടുണ്ടാവില്ല. ഇന്നലെ രാത്രി ഭക്ഷണം കഴിച്ചപ്പോഴും മത്സ്യം കൂട്ടിയവരാ നമ്മള്. എന്തൊരു കയ്പ്, എന്തൊരു ഉപ്പ് എന്ന് പറഞ്ഞ് നമ്മൾ മീൻ മാറ്റി വെച്ചോ. എത്ര വർഷങ്ങളാണ് കടുപ്പപ്പെട്ട ഉപ്പ് രുചിയുള്ള ആ സമുദ്രജലത്തിൽ അവ നീന്തി കളിച്ചത്. ലഹ്മൻ തരിയ്യ. അല്ലാഹു തആല പറയാം, ആരാ ഈ രൂപത്തിൽ ആവിഷ്കരിച്ചത്?
ആരാണ് ഈ രൂപത്തിൽ ഈ വിഷയത്തെ ആവിഷ്കരിച്ചത്? ഇതൊക്കെ പ്രകൃതിയുടെ കുസൃതിയാണെന്നാണ് മനുഷ്യ നീ പറയാൻ കരുതിയത്? ഇതിന്റെ പിന്നിലൊന്നും ഈ കാര്യത്തെ നിയന്ത്രിക്കുന്ന ഒരു നിയന്താവ് ഇല്ലെന്ന് പറയാനാണോ നീ തിടുക്കം കാണിക്കുന്നത്? ലഹ്മൻ തരിയ അല്ലേ? കടലിൽ നിന്ന് പിടിക്കുന്ന മീന്, ഇനി അത് ഉപ്പ് കൂടുതലാവണമെങ്കിൽ എന്ത് വേണം? അവയെ മുറിച്ച് ആ കടലിൽ നിന്ന് തന്നെ കടൽ വെള്ളം കൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉപ്പുകൾ ഇപ്പുറത്ത് അതിന്റെ ശരീരത്തിൽ പുരട്ടി വെയിലത്ത് വെക്കണം. അപ്പോഴാണത് ഉപ്പുള്ളതായിട്ട് മാറുന്നത്. ഉണക്കമീനൊക്കെ അങ്ങനെയില്ലേ? അതേ സമയത്ത് ഈ ഫ്രഷായ മീൻ ഉപ്പുണ്ടോ? എന്താണ് അല്ലാഹു തആല ചെയ്തതെന്ന നിഅമത്ത്. അതേ സമയത്ത് 2 ദിവസം നാം എന്തായി ഒരു ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചാൽ അത് ഏത് വസ്തുവാണെങ്കിലും ഉപ്പുള്ളതായി മാറി. തേനിൽ ഇട്ട് വെച്ചാൽ മധുരമുള്ളതായി മാറി. സുർക്കയിൽ ഇട്ട് വെച്ചാൽ സുർക്കയുടെ ടേസ്റ്റ് ഉള്ളതായി മാറി. എന്നാൽ സമുദ്രത്തിലുള്ള മത്സ്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ഒരവസ്ഥ നിനക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ആരാണ് ഇവയൊക്കെ നിയന്ത്രിക്കുന്നത്? ലഹ്മൻ തരിയ, ആ റബ്ബിനെ നീ മറക്കണ്ട.